ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് തുടക്കമായിരിക്കുകയാണ്. പ്രധാന ഗേറ്റും MG റോഡും ഉപരോധിക്കുന്നു. ഗേറ്റിന് മുന്നിൽ കിടന്ന് ആശമാർ പ്രതിഷേധിക്കുന്നുണ്ട്. റോഡ് ഗതാഗതം പൂർണ്ണമായും തടഞ്ഞ നിലയിലാണ് അവരുടെ ഉപരോധം ഉള്ളത്. ദൃശ്യങ്ങളിലേക്ക്. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക. പണിയെടുക്കുന്നവരെ പണിയെടുക്കാത്തവർ കണ്ണുരുട്ടി പേടിപ്പിക്കേണ്ടെന്ന് സമരസമിതി നേതാവ് S. മിനി. ഒന്നാമത്തെ ദിവസം മുതൽ നമുക്കെതിരെ കേസുകൾ, ആക്ഷേപം, പരിഹാസ്യം, മ്ലേച്ഛം, അശ്ലീലം ആര് പറയുന്നു? ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ. നമ്മൾക്ക് തലകുനിക്കില്ല, നമ്മൾ തലകുനിക്കില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് 232 രൂപ ഞങ്ങൾക്ക് അണിഞ്ഞു തരുന്നു. ഞങ്ങൾക്ക് 232 രൂപ വേണ്ട, ഞങ്ങൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾക്ക് അന്തസ്സാർന്ന ജീവിതം വേണം. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ 700 രൂപ തരുമെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് വേണം. 700 രൂപ വേണം. ഈ രാജ്യത്തെ ഡോക്ടറും ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും എന്തിന് സകല ആളുകളെ പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന വികസനം മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ട് പണിയെടുക്കുന്നവന്റെ നേരെ നിങ്ങൾ പണിയെടുക്കാത്തവർ കണ്ണുരുട്ടി കാണിക്കണ്ട, ഞങ്ങളത് അംഗീകരിക്കില്ല. ബിനിൽ ലീല സാബുവാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ബിനിൽ, അതിശക്തമാക്കുകയാണ് ഏതായാലും സമരം. സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ഇന്നവിടെ നടക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമരപ്പന്തലിൽ? ലക്ഷ്മി, സമരം ഇപ്പോഴും തുടരുകയാണ്. ഉപരോധ സമരത്തിലേക്ക് ആശാ വർക്കർമാർ കടന്നിരിക്കുന്നു. പ്രധാനമായും അവർ നോർത്ത് ഗേറ്റ്, സമര ഗേറ്റാണ് സെക്രട്ടേറിയറ്റിന്റെ, അത് പൂർണ്ണമായും ഇപ്പോൾ ഉപരോധിച്ചിരിക്കുകയാണ്. പോലീസ് വലിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് ഈ സമരത്തെ നേരിടുന്നത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിയോഗിച്ചിട്ടുമുണ്ട്. രാവിലെ മുതൽ തന്നെ ആശമാർ ഇവിടേക്ക്, വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. അവരെല്ലാവരും ചേർന്നാണ് ഈ പ്രതിഷേധം, ഈ ഉപരോധ സമരം ഇപ്പോൾ തുടരുന്നത്. ഈ നിലത്ത് റോഡിൽ കിടന്നുള്ള ഉപരോധ സമരത്തിലേക്കാണ് ആശമാർ കടന്നിട്ടുള്ളത്. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിട്ടുണ്ട്. മറ്റ് വഴികളിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിലവിൽ എന്തായാലും നിയമലംഘന സമരത്തിലേക്ക് പോകുമെന്ന് ആശമാർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം അവർ എടുത്ത് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. 232 രൂപ നൽകുന്നുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇവർ ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെങ്കിൽ വിമർശിക്കുന്നത്, LDF പ്രകടന പത്രികയിൽ പറഞ്ഞത് മിനിമം കൂലി 700 രൂപയാക്കും. ആ തുകയാണ് തങ്ങൾക്ക് വേണ്ടത്. അത് മുൻകാല പ്രാബല്യത്തിൽ നൽകേണ്ടതില്ല, അത് തങ്ങളുടെ ഔദാര്യമായി എടുത്തുകൊള്ളൂ എന്നാണ് കടുത്ത ഭാഷയിലാണ് ഈ സമരക്കാരുടെ, ഈ സമരത്തിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് സമരത്തിന്റെ രീതി മാറ്റിയതും. വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് സമരങ്ങൾ കൂടി നടത്താൻ ആശമാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമരം അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതില്ല എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പ്രധാനമായും രണ്ടാണ്. അതൊന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ 7000 നൽകുന്ന ഓണറേറിയം അത് മിനിമം കൂലി പ്രകാരം 21,000 രൂപയാകും. മറ്റൊന്ന്, ഇവർക്ക് വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം നൽകണം. ഈ രണ്ട് ആവശ്യങ്ങളാണ് സർക്കാർ മുഖം തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ തന്നെ ഇതിൽ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന ആരോഗ്യമന്ത്രി. ആശാ വർക്കർമാർ അവരുടെ സമരം ശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് 36ാം ദിവസമാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുകയാണ് അവർ. കൂടുതൽ ഇടങ്ങളിൽ നിന്നുള്ള ആശമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ ഒരു സമര പരിപാടിയാണ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.